മക്കളെ, ഹലോ, ഗുഡ് ഈവനിങ്. അതേതായിരുന്നു ഇത്ര നേരം സ്ക്രീനിലുണ്ടായിരുന്നൊരു മനോഹരമായ സുന്ദരനായ ഒരു പയ്യൻ പോയി. ദേ എടാ, വീഡിയോ ഓൺ ചെയ്ത എല്ലാവരും. ഹായ് ഹായ് ഹായ്, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. സുഖാണോ? സുഖാണോ? സുഖല്ലേ? സുഖാണ്. ഓക്കെ, അപ്പോൾ വേഗം വീഡിയോ ഓൺ ചെയ്യട്ടെ മക്കളെ. കുറച്ചധികം ആളുകൾ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന മക്കൾ വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്യൂ. സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, അപ്പോൾ ഒന്ന് പ്രെയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യുക. then all of you close your eyes and sit straight. ഒരു നോർമൽ ബ്രീത്ത് അകത്തേക്ക് എടുക്കാം. വെരി സ്ലോലി പുറത്തേക്ക് റിലീസ് ചെയ്യാം. once again take a deep breath and very slowly breathe out. ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഈ വലിയ ഓപ്പൺ ചെയ്യൂ. ഹായ്, എന്താന്ന് നോക്കിക്കേ സാർ, ആ സ്മൈലിൻ്റെ ഒരു സ്വീറ്റ്നെസ്, വല്ലാത്തൊരു സ്വീറ്റ്നെസ് ആട്ടോ പലരുടെയും ഫേസിലെ സ്മൈലിന്. എന്തോന്നണ്ടേ ഇത്? ചിരിക്കൂ, നന്നായിട്ട് ചിരിക്കൂ. ഓക്കെ, സോ ഇന്നലെ ഈവനിങ്ങിൽ ഹോർമോൺ ഡിസോർഡേഴ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഉണ്ടായിരുന്നോ? അപ്പോൾ ഒരു 20 minutes നമുക്കത് പഠിക്കാം. ഓക്കെ അല്ലേ? അത് പഠിക്കാൻ മീൻസ് ഒന്നായിട്ടൊന്ന് മനസ്സിരുത്തി വായിച്ചൊന്ന് പഠിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഐ തിങ്ക് ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദിസ് ഗോണ ബി അവർ ലാസ്റ്റ് ക്ലാസ് അല്ലേ? 8th ബയോളജിയുടെ ലാസ്റ്റ് ക്ലാസ് അല്ലേ ഇന്ന്? ആണെങ്കിൽ ഡാറ്റ കാണിച്ചേ. നാളെ എക്സാം ഉണ്ടാവട്ടോ. അതല്ല, എക്സാം മീൻസ് അടുത്ത ദിവസം എക്സാം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത്, ഓ ബയോളജിയുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ആഘോഷിക്കുന്നു സാർ ഒരുത്തൻ. എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. വേറൊന്നുമല്ല, ഇനിയും നിങ്ങൾ 2 കൊല്ലം കാണാൻ പോകുന്നത് എന്നെ തന്നെയാണ്. ഓ, എന്നെ തന്നെയാണെന്നല്ല, ഓ കുറച്ച് പേര് മടുത്തു എന്നൊക്കെ. ഷോ, ഇത് വേണ്ടായിരുന്നു. ഞാൻ തന്നെ മതി എടുത്തല്ലോ. ഞാൻ തന്നെ വരട്ടെ അടുത്ത വർഷം. സാർ, ഞങ്ങൾക്ക് അടുത്ത ഗെയിം കളിക്കാനുള്ളതാണ്, അറിയാമോ? ഓക്കെ, ഞാൻ മാത്രമല്ല, അടുത്ത വർഷം വേറെ കുറച്ചുകൂടെ ആളുകളൊക്കെ ഉണ്ടാവും കൂട്ടത്തിൽ. ഓക്കെ, ഞാനും ഉണ്ടാകും, ബട്ട് കൂടെ മറ്റു പലരും കൂടെ കാണും. അബീദ് സാർ ഉണ്ടാവില്ലേ? അബീദ് സാറ് കാണും കൂടെ. ഓക്കെ, നിങ്ങൾ അടുത്ത വർഷത്തേക്ക് ഞാൻ ഇപ്പുറത്തുനിന്ന് അങ്ങ് എടുത്തിട്ട് നേരെ അപ്പുറത്തെ അബീദ് സാറിൻ്റെ അടുത്തേക്ക് കൊടുത്തേൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പഠിച്ചു തുടങ്ങാം. സോ ലാസ്റ്റ് ഡേ കാണിച്ചിരുന്ന പോയിന്റ്സിൽ പെൻഡിങ് ഉള്ള പോയിന്റ്സ് ഞാനൊരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യട്ടെ? ചെയ്യാന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ. അപ്പോൾ ആ ഹോർമോണൽ ഡിസോർഡേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന പോയിന്റ്സ്, സാർ ഒന്ന് പോയിന്റ്സ് കൊടുക്കണേ. ഓക്കെ, ഞാൻ മാറിക്കഴിയുമ്പോൾ സ്ക്രീനിലേക്ക് ആ പോയിന്റ്സ് വരുന്നുണ്ടാകും. പിന്നെ ഇപ്പോൾ ഞാൻ മാറുമ്പോൾ ഒരു സുന്ദരനായിട്ടുള്ള പയ്യനായിരിക്കും സ്ക്രീനിലേക്ക് വരുന്നത്. സാർ കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്തോളൂ. ദെൻ ആ ഒരു മനോഹരമായിട്ടുള്ള ഫോട്ടോ കണ്ടന്റ് പഠിക്കാം. ഓക്കെ മക്കളെ, സാർ ഈ സ്ക്രീനിൽ നിന്ന് സുന്ദരനായ പയ്യൻ പോയില്ലായിരുന്നു ഇത്ര നേരമായിട്ട്. ഇപ്പോൾ പോയി. മക്കളെ വേഗം വീഡിയോ ഓൺ ചെയ്തേ, പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്യൂ. എടാ, സ്ക്രീനിൽ 3 ലെജൻസിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. അതേ ചാറ്റ് ബോക്സിൽ മറ്റൊരു സാധനം കൂടെ വന്നു, ഞാൻ കണ്ടിരുന്നു അത്. ഓക്കെ, ഇട്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഇനി വേഗം എൻ്റെ മക്കളെ മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തേ. വേഗം ആയിക്കോട്ടെ, വേഗം എടുക്കൂ. ഋഷി ഓക്കെ അല്ലേ നീ? മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നേരത്തെ കുറച്ച് മുന്നേ വരെ, ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു പയ്യനെ കണ്ടായിരുന്നില്ലേ സ്ക്രീനിൽ? കണ്ടായിരുന്നോ? കാര്യത്തിൽ ഡാറ്റ കാണിച്ച് എന്തിനാണെന്നറിയാമോ ആ പയ്യനെ കാണിച്ചുകൊണ്ടിരുന്നേച്ചേ? എന്തിനാ? വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ നെക്സ്റ്റ് ഇയർ 9th വരുന്ന ആളുകളാണ് അല്ലേ? ആണെങ്കിൽ ഡാറ്റ കാണിക്കൂ. നിങ്ങൾ ക്ലാസ്സൊക്കെ തുടങ്ങാൻ സമയമൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ നെക്സ്റ്റ് ഇയർ 9th നിന്ന് 10th വരുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു സാർ അവൻ്റെ ബുക്ക് പറക്കുവാണോ? കാറ്റാണെന്ന് തോന്നണല്ലേ അത്? ബുക്ക് ഇങ്ങനെ മൊത്തത്തിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണം ടേബിളിൽ ഇരുന്നിട്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ആ ഒരു പിക്ചർ സ്ക്രീനിൽ കാണിച്ചിരുന്ന വേറെ ഒന്നുമല്ല 10th സ്റ്റുഡൻസിന്, അതായത് 25-26 ബാച്ചാണ് കേട്ടോ. 25-26 അക്കാഡമിക് ഇയറിലെ 10th ക്ലാസ്സസ് 10th സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒരു ഫ്രീ ക്ലാസ്, ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ വേണമല്ലോ ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനൊരു ഫ്രീ ക്ലാസ് ആണ്. അത് നാളെയാണ്. ഡേറ്റ് വരുന്നത് സാറ്റർഡേ, അതായത് February 8th സാറ്റർഡേ, നാളെ ഈവനിങ്ങിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7 o'clock ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തേ. ആരായിരിക്കും ക്ലാസ് എടുക്കണമെന്ന് അറിയാമല്ലോ?
ആ പിക്ചറിലുണ്ടായിരുന്ന സുന്ദരനായ പയ്യൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വേറൊന്നുമല്ല പറയാൻ വന്നിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ 9th നിന്ന് 10th പാസ്സാവുന്ന അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന നെക്സ്റ്റ് ഇയർ, അതായത് ഈ 25-26 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ പോകുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നെയ്ബേഴ്സോ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് അവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ, മീൻസ് അവർക്ക് റെഫറൻസ്, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടാവും, അവർക്ക് റെഫറൻസ് എടുക്കാനായിട്ട് ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കാം. അവരോട് ക്ലാസ് ടൈമിൽ ജോയിൻ ചെയ്താൽ ദേ ക്യാൻ സീ ദ ക്ലാസ്. അവർക്ക് ക്ലാസ് റെഫർ ചെയ്യാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് അവർക്ക് അഡ്മിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാം, മീൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. കത്തിയെങ്കിൽ ഡാറ്റ കാണിച്ച്. അപ്പോൾ 10th ഈ ഇയർ, അതായത് 25-26 10th പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക, അവർക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എന്തായാലും ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാകും, അത് അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒരു അടിപൊളി ഡാറ്റ കാണിച്ചോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ആർ വെയിറ്റിംഗ് ഹിയർ. സാർ റെഡി അല്ലേ? യെസ് മക്കളെ, ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. തുടങ്ങാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാം സാർ. കൊടുക്കൂ. മക്കളെ, വാട്ട് ഇസ് മെൻസ്ട്രേഷൻ? എക്സ്പ്ലെയിൻ. സിമ്പിൾ അല്ലേ? അറിയാവുന്ന ഒരു ഡാറ്റ കാണിച്ചത് ബുക്കിനകത്തുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അത് ഞാൻ എക്സ്പ്ലനേഷൻ തരാം, നിങ്ങൾക്ക് കുഞ്ഞു ക്വസ്റ്റ്യൻസ് തരാം അല്ലേ? സാർ ഒന്ന് കൊടുത്തോളൂ, ആൻസർ കൊടുത്ത്. മക്കളെ, മെൻസ്ട്രേഷൻ പ്രോസസ്സ് പറയുമ്പോൾ അതിൽ മെയിൻലി വരേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മെൻസ്ട്രേഷൻ ഇസ് ദ മന്ത്ലി റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ദാറ്റ് ഒക്കേഴ്സ് ഇൻ വിമൻ വൺസ് ഇൻ അബൌട്ട് 20 to 30 days. അതായത് വൺസ് ഇൻ എ മന്ത്ലി ഒരു തവണ നടക്കുന്ന ഒരു പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ. ഇറ്റ് ഈസ് എ റിലീസ് ഓഫ് അൺഫെർട്ടിലൈസ്ഡ് എഗ് അലോങ് വിത്ത് ദ ബ്ലഡ്. കറക്റ്റ് അല്ലേ? ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത കണ്ടീഷനിൽ ആ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽസിന്റെ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എഗ് ബ്ലഡിന്റെയും മ്യൂക്കസിന്റെ ഒക്കെ കൂടെ മിക്സ് ആയിട്ട് പുറത്തേക്ക് ഒരു ഫ്ലൂയിഡ്, ഒരു ബ്ലഡി ഫ്ലൂയിഡ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ. സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. അത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു മാർക്ക്, ആ ക്വസ്റ്റിനുള്ള മാർക്ക് കിട്ടും. ആൻഡ് ഇഫ് ദ എഗ് റിലീസ്ഡ് ഫ്രം ഓവറി ഡസ് നോട്ട് ഗെറ്റ് ഫെർട്ടിലൈസ്ഡ്, അതായത് ഓവറീസിൽ നിന്ന് എല്ലാ മന്തിലും ഓരോ ഓവം വീതം റിലീസ് ചെയ്യുന്നതിന്റെ മക്കളൊന്ന് ഡാറ്റ കാണിച്ചേ. ഉണ്ടല്ലോ, ഫീമെയിൽസിന്റെ ഓവറിൽ നിന്ന് എല്ലാ മന്ത്ലി ഓരോ ഓവംസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഓവംസ് ഫെർട്ടിലൈസ് ആയില്ല എന്ന് കരുതാം. ജസ്റ്റ് ഇമാജിൻ, അത് ഫെർട്ടിലൈസ് ആയിട്ടില്ല. ദ റിലീസ്ഡ് എഗ് ആൻഡ് ദ തിക്കൻഡ് ലൈനിങ് ഓഫ് ദ യൂട്രസ് അലോങ് വിത്ത് ഇറ്റ്സ് ബ്ലഡ് ഇസ് റിലീസ്ഡ് ഔട്ട് ഫ്രം ദ ബോഡി. ആ ഒരു എഗ് സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എഗ് അവിടെ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ആവും, ഡാമേജ് ആകും. പ്ലസ് യൂട്രസിന്റെ ഇന്നർ ലൈനിങ്ങിലുള്ള നല്ല തിക്കായിട്ടുള്ള ബ്ലഡ് വെസൽസും ടിഷ്യൂസും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ബ്ലഡ് കണ്ടെയ്നിങ് ഫ്ലൂയിഡ് ആയിട്ട് ഫീമെയിൽസിന്റെ വെജൈനയിലൂടെ പുറത്തേക്ക് റിലീസ് ആകുന്ന പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ. കത്തിയെങ്കിൽ മാത്രം ഒരു കിടിലൻ ഡാറ്റ കാണിച്ചോ. നിങ്ങൾക്ക് ഓൺ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് വന്നിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, യൂട്രസ് ലൈനിങ്, എഗ്, ഓവറി റിലീസ് ആവുന്ന എഗ് അൺഫെർട്ടിലൈസ്ഡ് ആവുന്ന കണ്ടീഷൻസിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കാം. സിമ്പിൾ ആണോ? ഒരു 1 മാർക്ക് 2 മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ആൻഡ് ഹിയർ, വാട്ട് ആർ സെക്സ് ഹോർമോൺസ്? വൈ ആർ ദേ നെയിംഡ് സോ? സ്റ്റേറ്റ് ദെയർ ഫങ്ഷൻസ്. എന്താണ് സെക്സ് ഹോർമോൺസ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവരുടെ ഡാറ്റ കാണിച്ചു സാർ. സെക്സ് ഹോർമോൺസ് അറിയാവുന്നവർ സാർ വിളിക്കൂ. എയ്ബലെ പറയടാ, എന്താണ് സെക്സ് ഹോർമോൺസ്? യെസ്. Sex hormones are chemical substances which help in the growth of a person during their adolescence period. They are named so because they causes the reactions in the body which makes the changes in our body during adolescence. Their function is to ബാക്കി നീ പഠിച്ചു വെച്ചേക്കല്ലേ? ഗുച്ച് ഗള്ളൻ അല്ലേ സാർ? അവനാ പഠിച്ചു വെച്ച് നേരത്തെ പഠിച്ചു വെച്ചേക്കാം. അടിപൊളി. ഓക്കെ, പറഞ്ഞതൊക്കെ തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ് സാർ. അപ്പോൾ ആൻസർ ഒന്ന് തന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ സാർ, കൊടുത്തേ. മക്കളെ നോക്കിക്കേടാ. ഹോർമോൺസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആർ കോൾഡ് സെക്സ് ഹോർമോൺസ്. മക്കളെ, മെയിൽസിനെ മെയിൽസ് ആക്കുന്നതും ഫീമെയിൽസിനെ ഫീമെയിൽസ് ആണെന്നും കാണിച്ചു തരുന്ന ചില ക്യാരക്ടേഴ്സ് മെയിൽസിനും ഫീമെയിൽസിനും ഇല്ലേ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ. മെയിൽസിന് ആ ഒരു മെയിൽ ക്യാരക്ടേഴ്സും ഫീമെയിൽസിന് ഫീമെയിൽ ക്യാരക്ടേഴ്സും കൊടുക്കുന്ന അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്സ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ കോൾഡ് സെക്സ് ഹോർമോൺസ് ആസ് ദേ control the sexual activities and help us to distinguish boys from girls. ഈ മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും അവരുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് സെക്ഷുവൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഹോർമോൺസ് ആയിരിക്കും. ആൻഡ് ബോയ്സിനെയും ഗേൾസിനെയും നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന പല ക്യാരക്ടേഴ്സിനെയും അത് കോഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഗേൾസിനെ ഗേൾസ് ആക്കുന്നതും ബോയ്സിനെ ബോയ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ദീസ് ഹോർമോൺസ്. സെറ്റാണോടാ? സെറ്റാണെങ്കിൽ ഒരു കിടിലൻ ഡാറ്റ കാണിച്ച്. മെയിൽസിലാണെങ്കിൽ ഏതാ ഹോർമോൺ? ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ?
പ്രൊഡ്യൂസ്ഡ് ഫ്രം ടെസ്റ്റിസ്. ഫീമെയിൽസിലാണെങ്കിൽ ദാറ്റ് ഇസ് ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്, സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിയിൽ നിന്നാണ്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? അത് സിമ്പിൾ സാധനമാണ്. ലാസ്റ്റ് നോക്കിക്കേ, ഇൻ ബോയ്സ് സെക്സ് ഹോർമോൺസ് കൺട്രോൾ formation of the sperm by testes and growth of the facial hairs etc, and in girls they helps to develop the breast, control menstrual cycle etc. Males in the boys in the case ഈ പറയുന്ന സെക്സ് ഹോർമോൺസ് എന്താ ചെയ്യുന്നേടാ? ബോയ്സിന്റെ കേസിൽ അവരുടെ മൊസ്റ്റാഷസ് ഇല്ലേ, മൊസ്റ്റാഷസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ബോയ്സ് ചേട്ടന്മാർക്കൊക്കെ ഇപ്പോൾ പതിയെ എന്ത് വന്നിട്ടുണ്ടാകും? കുഞ്ഞു കുഞ്ഞു പൊടിമീശയൊക്കെ വന്നു തുടങ്ങിയ ഡാറ്റ കാണിച്ച് മീശയൊക്കെ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ടാവും, ചെറുതായിട്ട് താടിയൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ മൊസ്റ്റാഷസും ബിയേർഡൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബോയ്സിന്റെ കേസിൽ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫീമെയിൽസിന്റെ കേസിലാണെങ്കിലോ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്, സെക്സ് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് ആണ് ഗേൾസിന്റെ കേസിൽ നിങ്ങൾ ഗ്രോ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലുള്ള ഡെവലപ്മെന്റ് ലൈക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് പോലെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഗേൾസിന്റെ സെക്സ് ഹോർമോൺസ് ആണ്. രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേവ് ചെയ്തേ, ബോയ്സിലും ഗേൾസിലും സെക്സ് ഹോർമോൺസിന് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് അവരുടെ ബോഡിയിൽ. പക്ഷേ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഡോളസെന്റ് ഏജിൽ വരുന്ന ചേഞ്ചസിനൊക്കെ എന്താണ് കോഡ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആൾ നമ്മളുടെ സെക്സ് ഹോർമോൺസ് ആണ്. സെറ്റ്? ദർശിത്തെ ഓക്കെ ആണോ? ഓക്കെ ആണ്. അവൻ ഇന്ന് മങ്കി ക്യാപ്പൊക്കെ വെച്ചിരിക്കുകയാണ്. ഒരു സെറ്റ് അത് കളഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും ഒറ്റ ഇയർ പോയി. സാർ മങ്കി ക്യാപ്പ് അല്ലേ, പോട്ടെ. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കാം മക്കളെ. കുറച്ച് ഇലാബറേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. റൈറ്റ് നോട്ട് ഓൺ ഡാഷ് ഡാഷ് ഡാഷ്. എന്താണ്? ആഡംസ് ആപ്പിൾ അറിയാമെങ്കിൽ ടാറ്റ കാണിച്ചോ. ആഡംസ് ആപ്പിൾ അതിനെപ്പറ്റി നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതിനെപ്പറ്റി നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ ഓഫ് ദി അൺബോൺ ബേബി, ഇത് സി അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. സി അറിയണം. ഏറ്റവും സിമ്പിൾ അതിൽ സി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരട്ടെ. വേറൊന്നുമല്ല, നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ അവിടെ എന്ത് പോയിന്റ് ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സർ ആദ്യം ആഡംസ് ആപ്പിൾ നോക്കാം. ഓക്കെ മക്കളെ നോക്കിക്കേ, ആഡംസ് ആപ്പിൾ ഇതല്ലേ ബോയ്സിൻ്റെ ഇവിടെ ഉണ്ട്, ഭയങ്കര എക്സ്പ്രസീവായിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. ഗേൾസിൻ്റെ കേസിൽ അത് അത്ര പ്രൊജക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ചില ഗേൾസിൻ്റെ കേസിൽ കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കാണാറുണ്ട് ചില ഗേൾസിൻ്റെ കേസിൽ. അതായത് അല്ല, ബോയ്സിലാണ് മെയിൻലി ഇത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. ദ പ്രൊട്രൂഡിംഗ് പാർട്ട് ഓഫ് ദി ഗ്രോയിങ് വോയിസ് ബോക്സ് ഈസ് കോൾഡ് ആഡംസ് ആപ്പിൾസ് ഇൻ മെയിൽ. ആണോ? മെയിൽസിൽ കാണുന്ന ഈ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ലാരിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സിന്റെ അവിടെയുള്ള ഒരു പ്രൊജക്ഷൻ ആണ്, പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇൻ ബോയ്സ് ദ വോയിസ് ബോക്സ് ലാരിങ്സ് ഡെവലപ്സ് ലാർജർ ദാൻ ഇൻ ഗേൾസ് ആൻഡ് ദിസ് പ്രൊട്രൂഡിംഗ് പാർട്ട് ഇസ് സീൻ ആസ് എ ബൾജ് ഇൻ ദ നെക്ക് ഏരിയ. കറക്റ്റ് അല്ലേ? ഗേൾസിലും ലാരിങ്സ് ഉണ്ട്, നമ്മുടെ ബോയ്സിലും ലാരിങ്സ് ഉണ്ട്. ബട്ട് മെയിൽസിന്റെ ലാരിങ്സ് ഗേൾസിന്റെ ഫീമെയിൽസിന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ വലിയ ലാരിങ്സ് ആയിരിക്കും. കത്തിയോ ടാറ്റ കാണിച്ച്. മെയിൽസിന്റെ ലാരിങ്സ് കുറച്ചുകൂടെ വലുതായിരിക്കും. ആ ഒരു സ്ട്രക്ചർ വലുതായിട്ട് അല്ലെങ്കിൽ സൈസ് കൂടുതലുള്ള ലാരിങ്സ് എന്ന് പറയുമ്പോൾ മെയിൽസിന്റെ കേസിൽ ഈ നെക്കിന്റെ റീജിയനിൽ ഒരു പ്രൊട്രൂഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് സ്ട്രക്ചർ ആയിട്ട് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ആഡംസ് ആപ്പിൾ. സെറ്റാണോ? നെക്ക് ഏരിയയിലാണ് അത് പ്രൊജക്ട് ചെയ്ത് കാണുന്നത്. സെറ്റാണെങ്കിൽ ഒരു കിഡ്ലൻ ടാറ്റ കാണിച്ച്. ദാറ്റ് ഈസ് ആഡംസ് ആപ്പിൾ. അതിനെയാണ് നമ്മൾ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ആഡംസ് ആപ്പിൾ കഴിഞ്ഞാൽ സാർ അടുത്തത് എന്തായിരുന്നു നോക്കിക്കേ മക്കളെ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. എന്താണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്? നോക്കിക്കേ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിങ്ക്വിഷ് മെയിൽസ് ഫ്രം ഫീമെയിൽസ് ആർ കോൾഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. കത്തിയോ മക്കളെ? മെയിൽസിനെ ഫീമെയിൽസ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും കൊണ്ട് ഞാൻ നിർത്തിയേക്കാന്ന് കരുതാം. മെയിലിനെ നോക്കുമ്പോൾ അത് മെയിലാണെന്ന് മനസ്സിലാവത്തില്ലേ? ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. അല്ലെങ്കിൽ ഫീമെയിൽസിനെ കാണുമ്പോൾ അത് ഫീമെയിൽസ് ആണെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സർട്ടൻ ക്യാരക്ടേഴ്സ് അല്ലേ? അവരുടെ ബോഡിയിലുള്ള ചെറിയ ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സെറ്റാണെങ്കിൽ വേവ് ചെയ്തോ നോക്കട്ടെ. ഏബിൾ ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. മെയിൽസിനെയും ഫീമെയിൽസിനെയും തമ്മിൽ പരസ്പരം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ആൻഡ് ദീസ് ക്യാരക്ടേഴ്സ് ഡെവലപ്സ് അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി. നിങ്ങൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രായപൂർത്തിയാകും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ചൈൽഡ്ഹുഡ് എന്നൊക്കെ മാറി നമ്മൾ എന്താണ് മെച്യൂർ ആകുമ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ പ്രായപൂർത്തിയാകുമ്പോഴാണ് ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുക. ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ ഹ്യൂമൻസ് നോക്കിക്കേ. മെയിൽസിൽ ബോയ്സിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ് ഗ്രോത്ത് ഓഫ് ദി മക്കളെ ഇവിടെ പബ്ലിക് എന്ന് കിടക്കുന്നത്. ഇറ്റ്സ് നോട്ട് പബ്ലിക്, ഇറ്റ്സ് പ്യൂബിക് ആണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? പ്യൂബിക് എന്നാണ് പറഞ്ഞതെങ്കിൽ ടാറ്റ കാണിച്ച്. പ്യൂബിക് മീൻസ് എന്താണ്? പ്രൈവറ്റ് ഏരിയ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇറ്റ്സ് അവർ പ്രൈവറ്റ് ഏരിയ. ഇപ്പോൾ മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും പ്യൂബിക് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയനെയാണ് പറയുന്നത്. സോ അവിടെ ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ ഹെയർ ഗ്രോത്ത് കാണാനായിട്ട് പറ്റും. സെറ്റാണോ?
പറ്റോ? മനസ്സിലായി ഡാറ്റ കാണിച്ച്. മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും പ്യൂബിക് റീജിയനിൽ ഹെയർ ഗ്രോത്ത് വരും. മെയിൽസിന്റെ കേസിലാണെങ്കിൽ ബിയേർഡ് ആൻഡ് മസ്റ്റാഷസ് വരും. ദെൻ ചെസ്റ്റിലും അതുപോലെ തന്നെ അണ്ടർ ആംസിലും സ്ലൈഡ്സ് ചെസ്റ്റിലും അണ്ടർ ആംസിലും എന്ത് വരുന്നുണ്ടായിരിക്കും? അതേപോലെ തന്നെ ഹെയർസിന്റെ ഗ്രോത്ത് വരുന്നുണ്ടാവും. സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോ. പ്യൂബിക് റീജിയനിൽ അതേപോലെ ഫേസിൽ മൊസ്റ്റാഷസ് ആൻഡ് ബിയേർഡ്സ്. ദെൻ ബോയ്സിന്റെ കേസിൽ തന്നെയാണ് ചെസ്റ്റ് ഏരിയയിലും അതുപോലെ അണ്ടർ ആംസിന്റെ ആ ഒരു ഏരിയയിലും എന്ത് വരുന്നുണ്ടായിരിക്കും? ഹെയർസിന്റെ ഗ്രോത്ത് കാണുന്നുണ്ടായിരിക്കും. സെറ്റ് ആണെങ്കിൽ ഒരു കിടിലൻ ഡാറ്റ കാണിക്കാം. ഓർത്തിരിക്കുക, ഹെയർ ഗ്രോത്ത് വരുന്ന 1-2 ലൊക്കേഷൻസ് പറയുന്നത് അത് വൃത്തിയായിട്ട് എന്ത് ചെയ്തിരിക്കുക, മനസ്സിലാക്കിയിരിക്കാതെ എവിടെയാണെന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, ദെൻ ഫീമെയിൽസിന്റെ കേസിൽ അല്ലെങ്കിൽ ഗേൾസിന്റെ കേസിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു? ഫീമെയിൽസിന്റെ കേസിൽ എന്താ പറയുന്നത്? സാർ നെക്സ്റ്റ് സ്ലൈഡ്. ഫീമെയിൽസിന്റെ തൊട്ടുള്ളൂ. മുന്നത്തെ പ്രീവിയസ് വൺ. ഇതിൽ ഫീമെയിൽസിനെ നോക്കിക്കണം, എൻലാർജ്മെന്റ് ഓഫ് ദി ബ്രസ്റ്റ്. മെയിൻലി ഫീമെയിൽസിൽ പറയുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെന്റിന്റെ കാര്യം തന്നെയാണ്. അപ്പിയറൻസ് ഓഫ് ഇവിടെയും പബ്ലിക് എന്ന് കിടക്കും. ഇറ്റ്സ് നോട്ട് പബ്ലിക്, ഇറ്റ്സ് പ്യൂബിക്. ഓക്കെ, പ്യൂബിക് ഹെയർ ഇൻ ദ അണ്ടർആംസ്. ഓക്കെ, അത് മെയിൽസിലും ഫീമെയിൽസിലും ഈ പറയുന്ന പ്യൂബിക് ഏരിയയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിൽ എന്താണ് ചെറിയ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അണ്ടർ ആംസിന്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴല്ല, കുറച്ചുകൂടി ഒരു 8th കഴിഞ്ഞ് 9th 10th ഒക്കെ ആകുമ്പോഴേക്കും അണ്ടർ ആംസിലും എന്ത് ചെയ്യുന്നുണ്ടാകും? ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫീമെയിൽസിനും മെയിൽസിലും കാണുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ. ഇത് എഴുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ അതിൽ ആഡ് ഓൺ ചെയ്യേണ്ട. ഈ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സെറ്റ്സ് ഓഫ്. ദെൻ അടുത്ത് നോക്കിക്കേ മക്കളെ, സെക്സ് ഡിറ്റർമിനേഷന്റെ കാര്യമായിരുന്നു അല്ലേ. അൺബോൺ ബേബി, അതായത് ജനിച്ചിട്ടില്ല, കുട്ടി ഇരിക്കുന്നത് മദറിന്റെ യൂട്രസിനകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി, ഫീച്ചസ് ആണ്. ആ കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ അറിയാലോ, സെക്സ് ഓഫ് ദി അൺബോൺ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സെക്സ് ക്രോമസോംസ്, ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ഉണ്ട്. ഈ എക്സ് ആൻഡ് വൈ ക്രോമസോംസ് ആണ് ഈ പറയുന്ന അൺബോൺ ചൈൽഡിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ ഫീമെയിൽസ് എന്ന് വെച്ചാൽ മദറിന്റെ കേസിൽ നോക്കിക്കേ, ഗാമേറ്റ് എഗ്ഗിനകത്ത് ഒരു എക്സ് ക്രോമസോം മാത്രമാണ് ഉള്ളത്. ആണോ? എക്സ് ക്രോമസോംസ് മാത്രമാണ് ഉള്ളത്. വെറാസ് ഇൻ ദ കേസ് ഓഫ് മെയിൽസിലേക്ക് വരുമ്പോഴോ എക്സും ഉണ്ട് വൈയും ഉണ്ട്. സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാം. മദറിന് എക്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കേ മക്കള്, എക്സ് ആൻഡ് എക്സ് അല്ലേ മദറിൻ്റെത്, ആണെങ്കിൽ വേവ് ചെയ്യൂ. യെസ്, എക്സ് ആൻഡ് വൈ ആണ് ഫാദറിൻ്റെത്. ഫാദറിന് 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉള്ളത്. മദറിന്റെ എക്സ് ക്രോമസോമുമായിട്ട് ഫാദറിന്റെ എക്സ് ക്രോമസോം ആണ് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദ റിസൾട്ട് വിൽ ബി XX. ദിസ് ഇസ് എ ഫീമെയിൽ. റൈറ്റ്? ശരിയാണോ? ശരിയാണെങ്കിൽ വേവ് ചെയ്തോ കേട്ടോ. ഇനി മദറിന്റെ എക്സിലേക്ക് ഫാദറിന്റെ എക്സ് അല്ല വൈ ആണ് കമ്പൈൻ ചെയ്യുന്നത് കരുതുക. ദ റിസൾട്ട് വിൽ ബി XY. ദിസ് വിൽ ബി എ മെയിൽ. ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേടാ. ഒരെണ്ണം ഫീമെയിൽ ആയിരിക്കും ആൻഡ് ഒരെണ്ണം മെയിൽ ആയിരിക്കും. കത്തിയൊന്ന് വേവ് ചെയ്ത് ഇത് ഇങ്ങനെ തന്നെ വെച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ക്രോസ് ഒക്കെ വരയ്ക്കാം കേട്ടോ. അതാ XY, ഇവിടെ എക്സ്, ഇവിടെ എക്സ്, വൈ, X combines with X forming XX. This will be a female. X combines with Y forming XY. This is a male. ഇങ്ങനെയൊക്കെ വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വരച്ചെന്ന് ഓർത്ത് കൊള്ളാക്കരുത് കേട്ടോ. XX ഫീമെയിൽ തന്നെ വരണോട്ടോ എഴുതുമ്പോൾ. ഓക്കെ, തല തിരിച്ച് എഴുതരുത്. ഓക്കെ, അപ്പോൾ XX ഫീമെയിലും XY മെയിലും ആകും. ഇത്രയും എഴുതാന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്, ഇത്രയേ ഉള്ളൂ. ഇത്രയും എഴുതാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കാം. സിമ്പിൾ സാധനങ്ങളാണ് വരുന്നത്. ചൂസ് ചെയ്തോ, വായിച്ചു നോക്കിക്കോ. ഞാൻ ഇതിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടേണ്ട ആൻസർ ആണത്. ഇതിന് ആൻസർ നിങ്ങൾ എനിക്ക് തരണം. ഓക്കെ സോ, ആരെങ്കിലും ഡാറ്റ കാണിക്കുന്നുണ്ടോ? ഹാദിയാണോ? ഹാദിയ കേൾക്കുന്നുണ്ടോടാ? ഹാദിയ, അതിമനോഹരം. ശബ്ദമില്ല. ഹാദിയ സാർ എനിക്ക് ശബ്ദമൊന്നും വേണ്ട, ഞാൻ ആക്ഷനിൽ കൂടെ ജീവിക്കും. ഹാദിയ അവിടെ നിന്നിട്ട് സാർ ശബ്ദം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഹാദിയ. മക്കളെ, ഹാദിയയുടെ ആൻസർ ആണ് ഇപ്പൊ എന്റെ കൈ കാണുന്നത്. ഇതാണോ? 2 4 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഏതാന്ന് കാണിക്കൂ കയ്യില്. 2 4 എന്നാണ് ഹാദിയ പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചോ കയ്യില്. ഹാദിയ അവിടെ എഴുതണൊക്കെ ഉണ്ട് പാവം. ആ മൈക്ക് ഒന്ന് ശരിയാക്കണം കേട്ടോ ഹാദിയ. മക്കളെ, ഹാദിയ ഓപ്ഷൻ ഡി ചൂസ് ചെയ്തു. വലിയ ഡി എഴുതി കാണിച്ചിട്ടുണ്ട് പേപ്പറിൽ. ഓക്കെ മക്കളെ, ഹാദിയ പറയുന്നത് ഡി ആണ്. പിമ്പിൾസ് ആൻഡ് ആക്നീസ് ആർ ഫോം ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്. ഈ സെബേഷ്യസും സ്വെറ്റും ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. കറക്റ്റാ. അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലേ? എല്ലാവരും അതല്ലേ ചൂസ് ചെയ്യുന്നത്? ഹാദിയ ഇനി ഒന്ന് സംസാരിച്ചേ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോ വന്നു ശബ്ദം. പോയി. വെരി ഗുഡ്. പോയി.
ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് മക്കളെ. 2ഉം 3ഉം 4ഉം ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആയിരുന്നു. സെബേഷ്യസ് ഗ്ലാൻഡും സ്വെറ്റ് ഗ്ലാൻഡും, രണ്ട് ഗ്ലാൻഡും അറിയാവുന്നവരുടെ ഡാറ്റ കാണിച്ച്. സെബേഷ്യസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സീബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം സെബേഷ്യസ് ഗ്ലാൻഡ്. നിങ്ങളുടെ ഫേസും ബോഡിയൊക്കെ ഓയിലി ആവാറില്ലേ, ചിലപ്പോഴൊക്കെ ഓയിലി ആവാറില്ലേ, ആ ഓയിലിനെയാണ്, ആ ഓയിൽ കണ്ടന്റിനെയാണ് നമ്മൾ സെബം എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എൻ ഓയിൽ കണ്ടന്റ്, അതൊരു ഓയിൽ സബ്സ്റ്റൻസ് ആണ്. ആ സെബം എന്ന് പറയുന്ന സാധനം സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്ന് വരുന്നു. സ്വെറ്റ് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡിൽ നിന്ന് വരുന്നു. രണ്ടും കൂടെ മിക്സ് ആകുന്നു. ഓക്കെ ആണോ? ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ എന്ത് വരും? പിമ്പിൾസ് വരും. ഓക്കെ, പിമ്പിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളത് ഡാറ്റ കാണിച്ച് വരും. നിങ്ങളൊരു 8th 9th 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിനെ ഇങ്ങനെ പിടിച്ച് ഞെക്കി ഒന്നും പൊട്ടിക്കരുത് കേട്ടല്ലോ. അതവിടെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആക്നെ മാർക്സും സ്കാർസും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടല്ലോ. അത് വന്നോട്ടെ, വന്നു കഴിഞ്ഞ് താനെ അവിടെ ഇരുന്നോട്ടെ, താനെ പൊട്ടിക്കോട്ടെ, താനെ പൊയ്ക്കോട്ടെ. ഓക്കെ അല്ലേ? അത് നമ്മളായിട്ട് പിടിച്ച് തിരിച്ച് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്സ് അവിടെ കിടക്കും. ഞാൻ എൻ്റെ 9th 10th പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പിമ്പിൾസിനെ പൊട്ടിച്ചതിൻ്റെ ആ മാർക്സ് ഇപ്പോഴും പോയിട്ടില്ല. ഓക്കെ, അത് സൂക്ഷിക്കണം, അതുകൊണ്ട് പൊട്ടിക്കരുത് കേട്ടോ. ഓക്കെ സർ, നെക്സ്റ്റ് മക്കൾ ശ്രദ്ധിക്കൂ. The dramatic change in body features associated with the puberty are mainly because of the secretions of dash and dash and dash. Thyroxine, estrogen, adrenaline, testosterone, which is the right option. Yes sir, വിളിക്കാം. ഋഷി പറയടാ, കേക്കട്ടെ. Yes. 2 and 4. You mean option D? എല്ലാം 2 and 4 ആണല്ലേ? 2 and 4 ആണോ, ഓപ്ഷൻ ഡിയും ആണല്ലേ? സാർ ആൻസർ കൊടുത്തോ മക്കളെ. 2 and 4 ആണ്, ഓപ്ഷൻ ഡി ആണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, മെയിൽസിൽ ടെസ്റ്റോസ്റ്ററോണും ഫീമെയിൽസിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ ആണെന്ന് അറിയാമല്ലോ അല്ലേ. പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ടൈമിൽ ചേഞ്ച് വരാനുള്ള കാരണം മെയിൻലി ഈ പറയുന്ന സെക്സ് ഹോർമോൺസ് കാരണം തന്നെയാണ്. അത് തന്നെ ചൂസ് ചെയ്യണം, വേറെ ഒന്നും ചൂസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ ആണെങ്കിൽ തംസ് സെറ്റ്. ദെൻ സർ നെക്സ്റ്റ് വൺ. അയ്യോ, ഇത് ഭയങ്കര എളുപ്പമായി പോയി. ഞാൻ പറഞ്ഞോളാം. എളുപ്പമുള്ളതൊക്കെ ഞാൻ പറയും. ഓക്കെ മക്കളെ, മെയിൽ ഹോർമോൺ ഇതിൽ ഏതാണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ, ഓൾ ഓഫ് ദീസ് അല്ലേ? യെസ് സർ. ഇതിന്റെ ആൻസർ നമുക്ക് സാർ ഒരു പച്ചപ്പുള്ള സ്ഥലത്ത് പോവാം. ഓക്കെ, പാർവതി മൊത്തത്തിൽ പച്ച പിടിച്ചിരിക്കുകയാണ്. പാർവതി വരൂ. ഓൾ ഓഫ് ദീസ് അല്ലേ കറക്റ്റ് ഓപ്ഷൻ. ചൂസ് ചെയ്തോ. ABCD ഇതിലേതാ? ഓപ്ഷൻ എ, ബി, സി ഓർ ഡി? The male hormone is, എടാ കേൾക്കുന്നില്ല. ഹലോ, ആ സി ആണോ? സി ഉണ്ടെന്ന് അറിയാം. സി കൺഫേം ആണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എവിടെ നിന്നാണ് ഉണ്ടാവുന്നേ? ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണോ സാർ? എന്താ അത്? എടാ ഏബല, നീ എന്തി കാണിക്കണേ? അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചേ സഹോദര. അപ്പൊ നമുക്ക് സി ഫിക്സ് ചെയ്യാം സാർ. ആൻസർ കൊടുക്കാം. സി ആണ്. ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ ഹോർമോൺ ആണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഫീമെയിൽസിലുള്ള ഹോർമോൺസ് ആണ് കേട്ടോ. തെറ്റിക്കരുത്, കൺഫ്യൂസ്ഡ് ആകരുത്. ഓക്കെ സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഹിയർ, ഹൗ ഡു ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഹോർമോൺസ് സെക്രീറ്റഡ് ഡ്യൂറിങ് പ്യൂബർട്ടി ഇൻഡ്യൂസസ് ദ ചേഞ്ച് ഇൻ ദ ബോഡി? വലിയ ഓപ്ഷൻസ് അല്ലേ? വായിച്ചു നോക്കിക്കോ. It decreases the muscle mass. It reduces the metabolism, increasing the food intake. It stimulates the changes to different parts of the body. It doubles the capacity of body parts to function. എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെ ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത് അല്ലേ? ചൂസ് ചെയ്തോ. ആർക്ക് പറയാം കറക്റ്റ് ആൻസർ? പിന്നെന്താ സാർ? ബ്ലാക്കിൽ പോവാം. ദേവനന്ദ ഫ്രം പുത്തമേലിക്കര, റൈറ്റ്? യെസ്, കണ്ടുപിടിച്ചു. ട്രിവാൻഡ്രത്തെങ്ങാനും പോയായിരുന്നു ഈ അടുത്ത്? ഈ അടുത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ദേവനന്ദ?
വായിച്ചോ. സാർ സി ആണോ? സ്റ്റിമുലേറ്റ് ചേഞ്ചസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി, റൈറ്റ്? ദേവനന്ദ പറയുന്നു ഓപ്ഷൻ സി. എത്ര പേർ ഓപ്ഷൻ സിയുടെ കൂടെ നിൽക്കുന്നുണ്ട്? ദേവനന്ദയുടെ കൂടെ നിൽക്കുന്നുണ്ട്? ടാറ്റ കാണിച്ചേ. കുറേ പേര് നിൽക്കുന്നുണ്ടോ? നിൽക്കാത്തവരൊന്ന് ടാറ്റ കാണിച്ചേ. അപ്പം എല്ലാവരും നിൽക്കുന്നുണ്ട്. സാർ അപ്പോൾ ആൻസർ കൊടുക്കൂ മക്കളെ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലുണ്ടാകുന്ന ചേഞ്ചസ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ പാർട്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പല ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് തന്നെയാണ്. അതിന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും ആണ് കേട്ടോ. ഗുഡ്, വെരി ഗുഡ്. സാർ ദേവനന്ദൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് ആലിഫേ, നിനക്കുള്ള ക്വസ്റ്റ്യൻ. യെസ്. ദ ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ അറ്റ് പ്യൂബർട്ടി ഈസ് കോൾഡ് ഡാഷ്. ഫീമെയിൽസിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബിഗിനിങ് പ്രോസസ്സിനെ നമ്മളൊരു നെയിം വിളിക്കും. വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ? ഓവുലേഷൻ, മെൻസ്ട്രേഷൻ, മെനാർക്ക് ആൻഡ് മെനോപോസ്. Onset of menstruation, onset of getting puberty, starting of menstruation, first menstruation. ഇതൊക്കെ ഒറ്റൊരു പാടാ. എന്താ അത്? ഹലോ ആൽഫ, നീ കേൾക്കുന്നില്ലേ? സംസാരിച്ചേ. ബോട്ട് പോകുന്ന ശബ്ദം, അത് മാത്രമേ ഉള്ളൂ. ഹെഡ്സെറ്റ് റിമൂവ് ചെയ്ത് നോക്കൂ, സംസാരിക്കൂ. ഹലോ. വേഗം ഓപ്ഷൻ പറഞ്ഞു. ABCD ഏതാ? ഇയോ ഈ ഇല്ലല്ലോ. സി. എടാ സി ആണോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്റ്റാർട്ടിങ്, ഫസ്റ്റ്, ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ സി ആണോ? എടാ പല ആളുകളും പലതും പറയും. നമ്മൾ ഉത്തരത്തിൽ നിന്ന് മാറാൻ പാടില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, മെനാർക്ക്. ഓക്കെ, മെനാർക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്നെ പോലുള്ള ഒരുപാട് ആളുകളുണ്ടാവും നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. ഒന്നിനും വീഴരുത് നമ്മൾ, കേട്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല, എക്സാം ഹോളിൽ ഇരുന്നിട്ട് അതായിരിക്കും തോന്നുന്നു അങ്ങനെ പറയുന്നവരുടെ ആൻസേഴ്സ് ഒന്നും എഴുതരുതെന്ന്. ഓർക്കുന്നവരുടെ വേവ് ചെയ്തേ. അതൊന്നിനും വീഴരുത്, കേട്ടല്ലോ. നമ്മൾ കറക്റ്റ് ആൻസർ ആണ് ചൂസ് ചെയ്ത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന് മാറ്റാനേ പാടില്ല. ഓക്കെ, യെസ്. ഇനി എൻ്റെ അനുഭവ കഥകളൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട്, കുറേ സ്റ്റോറീസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന അനുഭവ കഥകളിൽ ക്യാരക്ടേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ വല്ല റിലേറ്റീവ്സോ ബ്രദറോ സിസ്റ്റേഴ്സോ ആരെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും മതിയല്ലേ എനിക്ക് പണി കിട്ടാൻ. അതുകൊണ്ട് ഞാൻ അനുഭവ കഥകളൊന്നും പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു അനുഭവ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ ക്ലാസ്സിൽ വന്നിട്ട്, സാറ് കഴിഞ്ഞ ദിവസം ഒരാളുടെ കാര്യം പറയില്ല, പേര് ഞാൻ പറയത്തില്ല കേട്ടോ. ആൾ പറഞ്ഞില്ലേ, അതെൻ്റെ ചേച്ചിയാ, ചേച്ചി പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, ചേച്ചി ഇങ്ങനെ ചെയ്തായിരുന്നു എന്നത്. തീരുമാനമായി. ആ ക്ലാസ്സിൽ എല്ലാവരും അത് അറിഞ്ഞായിരുന്നു. എനിക്കൊരു എന്താ പറയുക, എക്സാമിന് കോളേജല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ പഠിക്കുന്ന ടൈമിലുള്ള ടോപ്പിക്സിൻ്റെ ബേസ് ചെയ്തൊരു കാര്യം ഞാനിങ്ങനെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിരുന്നു. ആ എക്സാമ്പിൾ പറഞ്ഞ കുട്ടിയുടെ അനിയത്തി ആ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു. അതുകൊണ്ട് എക്സാമ്പിൾസ് ഒന്നും നമുക്ക് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ സാർ. ഇത് ആരാ അത്? അല്ല സാർ, ഇപ്പുറത്ത് സങ്കടപ്പെട്ടിരിക്കണേ ബെനീറ്റയാണോ? ബെനീറ്റയ്ക്ക് എന്താ ഇത്ര വിഷമം? യോ ഇപ്പൊ കരയൂന്ന് തോന്നണേ. ബെനീറ്റ അൺമ്യൂട്ട് ചെയ്തേ, എന്ത് പറ്റി? എന്തേ ഒരു സങ്കടം പോലെ? ഒന്നുമില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം സാർ. ആ സങ്കടം അങ്ങോട്ട് കുറച്ചൊന്ന് മാറണം, കുട്ടി ഒന്ന് ഹാപ്പി ആക്കാൻ. കിട്ടി. നമ്പർ ഓഫ് ക്രോമസോം പ്രസന്റ് ഇൻ ഹ്യൂമൻ സെൽ. ഒരു ഹ്യൂമൻ സെല്ലിൽ എത്ര ക്രോമസോംസ് പ്രസന്റ് ആണ്? പറയൂ. 23 pairs. 23 pairs. പേയേഴ്സ് ഷുവർ ആണല്ലോ? ഇങ്ങനെ വേണം, ഉത്തരത്തിൽ നിന്ന് മാറാൻ പാടില്ല. എത്ര ചോദിച്ചാലും മാറരുത്. സാർ ആൻസർ കൊടുക്കൂ മക്കളെ. റൈറ്റ് ആൻസർ 23 പെയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഗുഡ്, മ്യൂട്ട് ചെയ്തോളൂ. ദെൻ സാർ അടുത്ത ആള് തൻവിക പറഞ്ഞോളൂ. വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബ്രെയിൻ? വേഗം. അഡ്രിനൽ, പാൻക്രിയാസ്, പിറ്റ്യൂട്ടറി. തൈറോയിഡ് അല്ലേ? തൈറോയിഡ് അല്ലേ? പറഞ്ഞു.
അപ്പം എന്തായാലും പിറ്റ്യൂട്ടറി ആയിരിക്കും. പിറ്റ്യൂട്ടറി ആണോ? അയ്യോ ശേ, തെറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് തെറ്റിച്ചില്ല, കറക്റ്റ് ആക്കി. മക്കളെ ബ്രെയിനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിൻ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞാനൊരു ഇമേജ് വരയ്ക്കാം. ഓക്കെ സാറല്ല, ബ്രെയിനിൻ്റെ ഏകദേശം സ്ട്രക്ചറാണ്. ഇതാണ് ബ്രെയിൻ എന്ന് കരുതുക. താഴേക്ക് ഒരു സാധനമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ ഉണ്ട് ബ്രെയിനിന് കേട്ടോ. ഈ ഉള്ളിലുള്ള ഡിസൈൻ അത് നമുക്കത് 10th പഠിക്കാം. ഇപ്പോൾ പഠിക്കാനില്ല, 10th ആവുമ്പോൾ പഠിക്കാം. ഇതിൻ്റെതാ ശ്രദ്ധിച്ചോളൂ, ഈ താഴെയായിട്ടിതാ ഇങ്ങനെയൊരു ചെറിയ സ്ട്രക്ചർ കാണും. കണ്ടോ? ചെറുതാക്കി വരച്ചാട്ടോ, ചെറുതായതുകൊണ്ട് ചെറുതാക്കി വരച്ച. കണ്ടായിരുന്നോ? ഇതാണ് എന്ത്? പിറ്റ്യൂട്ടറി. ഇത് കണ്ടിട്ടുള്ളവർ ഡാറ്റ കാണിച്ചേ. ഇതാണ് പിറ്റ്യൂട്ടറി കേട്ടോ. ഓക്കെ, അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് ബ്രെയിനിലാണ്. ഓക്കെ, മറന്നു പോകരുത്. സാർ കൊടുക്കൂ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, പിറ്റ്യൂട്ടറി. തൻവിക ആൻസർ വേണ്ട ആ വഴി പോയോ? ഇല്ല സാർ, താഴെ ഉണ്ട്, അവിടെ കണ്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കുക സാർ. യെസ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിളിച്ചോ. ആദിനാഥേ പറയടാ. പ്യൂബർട്ടി സ്റ്റാർട്ട്സ് ലേറ്റർ ഇൻ ഗേൾസ് ദാൻ ഇൻ ബോയ്സ്. ഫോൾസാ? അപ്പൊ എന്താ അതിന്റെ കറക്റ്റ്? അത് തെറ്റിപ്പോയി. ഫോൾസ് ആണെന്നുള്ളത് ശരിയായി. ഓക്കെ, പക്ഷെ റീസൺ പറഞ്ഞത് തെറ്റിപ്പോയി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് സാർ ആൻസർ കൊടുത്തോ മക്കളെ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അപ്പോൾ പ്യൂബർട്ടി സ്റ്റാർട്ട്സ് ഏർലി ഇൻ ഗേൾസ് ദാൻ ഇൻ ബോയ്സ്. കണ്ടോ? ബോയ്സിലല്ല, ഗേൾസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തേ, ഗേൾസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷമാണ് ബോയ്സിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക? ഈ പറയുന്ന മെച്ചുവേർഡ് ആവാൻ സ്റ്റാർട്ട് തുടങ്ങുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കൂ മക്കൾ. വീണ്ടും, മൂഡ് സ്വിങ്സ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് അഡോളസൻസ്. ഇവാന, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. പറയൂ. ട്രൂ. അഡോളസെന്റ് ഏജിൽ മൂഡ് സ്വിങ്സോ? അഡോളസെന്റ് ഏജ് എന്ന് വെച്ചാൽ എന്താ? അപ്പൊ മെയിൻലി മൂഡ് സ്വിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. ട്രൂ. ഓക്കെ സർ, ആൻസർ കൊടുത്തോളൂ. ട്രൂ, കറക്റ്റ് ആണ്. ഓക്കെ, ഇതേ ചില സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, കുറച്ച് അപ്ലൈ ചെയ്ത് ചിന്തിക്കാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് ചിന്തിച്ച് തന്നെ ആൻസർ എഴുതുക കേട്ടോ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കാലോ. ആരാണ്? അഭിനവേ, ഈസ്ട്രജൻ ഇസ് എ മെയിൽ ഹോർമോൺ. അതിനകത്ത് പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഈസ്ട്രജൻ ഇറ്റ്സ് എ മെയിൽ ഹോർമോൺ. ട്രൂ ആണോ ഫോൾസ് ആണോ? അപ്പൊ ഈസ്ട്രജൻ എന്താ സാധനം? ടെസ്റ്റോസ്റ്റെറോൺ ഇസ് എ മെയിൽ ഹോർമോൺ. അപ്പോ ഈ ഈസ്ട്രജൻ എന്താ സാധനം? ഫീമെയിൽ ഹോർമോൺ ആണോ? കൺഫേം? അതെ. ആ സാറ് ഇവിടെ ഇരുന്നല്ലേ. എടാ ഞാൻ നീ ഇവിടെയാന്നല്ലാട്ടാ കണ്ടത്, ഞാൻ ദേ അവിടെയാണ് നോക്കുന്നത്. അതാരാ സാർ? ക്രിസ്വിനായിരുന്നല്ലേ? എടാ നിന്നെ നോക്കിയിട്ട് ഞാൻ ക്രിസ്വിനോടാണ്. എടാ പറയൂ, ആൻസർ പറയൂ. നീ ഇവിടെ എക്സ്പ്രസീവ് ആയിട്ടാണ് ആൻസർ പറയണ്ടായിരുന്നു, സോറി. ഓക്കെ എടാ ക്രിസ്വിനെ, നീ കുറച്ച് വികാരത്തോടേക്ക് ഇരിക്കട. എന്താണത്? ഒരു എക്സ്പ്രഷനും ഇല്ലാതെ വെറുതെ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അനങ്ങാതെ. ഓക്കെ എടാ സെറ്റ്, മ്യൂട്ട് ചെയ്തോ. ആൻസർ കറക്റ്റ് ആട്ടോ, സോറി. ഫോൾസ് ആണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഹോർമോൺ ആണ്, ടെസ്റ്റോസ്റ്റെറോൺ ആണ് മെയിൽ ഹോർമോൺ. ഓക്കെ സോ ദ നെക്സ്റ്റ്. മെയിൽസ് ഹാവ് ബോത്ത് എക്സ് ആൻഡ് വൈ ക്രോമസോംസ്. ആയിഷ കൊടുക്കുക സർ. ആയിഷ പറയണം. മെയിൽസ് ഹാവ് ബോത്ത് എക്സ് ആൻഡ് വൈ ക്രോമസോംസ്. ഒരു വർഷമായി ഇതുവരെ അത് ശരിയാക്കിയിട്ടില്ല മൈക്ക്. ഞാൻ അവിടെ നിന്ന് ഇപ്പൊ കാണുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ആകെ കാണുന്നേ. ഇസ് ദാറ്റ് ട്രൂ? ട്രൂ മക്കളെ, ആയിഷ ട്രൂ ആണെന്ന് പറയുന്നുണ്ട്. ആക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഊഹിച്ചെടുത്താണ്. സോ ദ റൈറ്റ് ആൻസർ അല്ലേ സർ? ഇനി നമ്മളൊന്നും പറയാൻ പാടില്ല, ട്രൂ ആണ്. കാരണം എക്സും വൈയും മെയിൽസിലാണുള്ളത്, ഫീമെയിൽസിലാണ് എക്സും വരുന്നത് കേട്ടോ. ദെൻ സർ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
മക്കളെ മാച്ച് ദ ഫോളോയിങ്. എടാ ക്രിസ്വിനെ പാടാം. എന്തായാലും നീ അവിടെ ഇരുന്നല്ലേ, എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുവാണ് അവൻ. നമുക്ക് ക്രിസ്വിനെ വിളിച്ച് മാച്ച് ചെയ്യിക്കാം. പറഞ്ഞേ, മാച്ച് ചെയ്തോ വേഗം. തൈറോക്സിൻ ആദ്യം മാച്ച് ചെയ്യും. ആ എ തൈറോക്സിൻ ഏതാ ഇപ്പുറത്ത് കോളം 2 ഏതാ മാച്ച് ആവുന്നേ? ആ തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഡയബറ്റീസ്. വെരി ഗുഡ്. ഗോയിറ്റർ. ഓക്കെ, സമ്മതിച്ചു. ഗ്രോത്ത് ഹോർമോണോ? ഡ്വാർഫിസം. ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഡ്വാർഫിസം വരും. ഓക്കെ. ഇൻസുലിൻ. ഹോർമോൺ സോൾട്ട്, അഡ്രിനൽ ഹോർമോൺ സോൾട്ട് ഇംബാലൻസ്, അതാണോ? ഉറപ്പല്ലേ സാറേ? ആൻസർ കൊടുത്തേ. തൈറോക്സിൻ, ഗോയിറ്റർ, ഗ്രോത്ത് ഹോർമോൺ, ഡ്വാർഫിസം, ഇൻസുലിൻ, ഡയബറ്റീസ്, അഡ്രിനൽ ഗ്ലാൻഡ്, സോൾട്ട് ഇംബാലൻസ്. മക്കളെ ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച് അഡ്രിനൽ ഹോർമോൺ വരെയുള്ളത് സെറ്റ് ആണല്ലോ. ഇങ്ങനെ മാച്ച് ചെയ്താൽ കണക്ട് ചെയ്തോളണം കേട്ടോ, കണക്ട് ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കൂ സാർ. നോ സാർ. യെസ് മക്കളെ, ഒരു അസേർഷൻ റീസണോട് അങ്ങ് ചെയ്താലോ? ചെയ്യാം. ഓക്കെ, നോക്കിക്കേ. ഹൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് റഫ്ലി കമ്പാരബിൾ ടു ദാറ്റ് ഓഫ് എ ഫാമിലി മെമ്പർ. Reason. Height depends on the genes inherited from parents. In the question alle sheda. Height of an individual is roughly comparable to that of a family member and height depends on the genes inherited from the parent. Sir, ഒരു ആക്ഷൻസ് വിടാതിരിക്കുന്ന ഒരാള്. ആരാധ്യ കുറച്ച് നേരമായി ഒരു എക്സ്പ്രഷനും ഇല്ല, പക്ഷെ ആൻസർ വരുമെന്ന് തോന്നുന്നുണ്ട് സാർ. ഓപ്ഷൻ both assertion and reason are true. Reason is the correct explanation of that assertion. ആ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ അവിടെ കൊടുത്തേക്കുന്നത്? സാർ ആൻസർ കൊടുക്കൂ സാർ. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. കറക്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് ഹൈറ്റ് അതെ അച്ഛൻ്റെ അത്രയും ഹൈറ്റ് ഉടനെ വരും എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പാരൻസിന്റെ അതേ ഹൈറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ വരുമോ? ഒരിക്കലും വരത്തില്ലല്ലോ. ഒരു റഫ് ആ ഒരു ഏരിയയിൽ കുറച്ച് കൂടാൻ കുറയാം, ആ ഒരു ഏരിയയിൽ തന്നെ അവരുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഇല്ല, ആ ഒരു റഫ്ലി ആ ഒരു ഇത് പറയാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഒരാളുടെ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഒരാളുടെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ആ പാരൻസിൽ നിന്ന് എന്ത് ജീനാണോ ആ അടുത്ത കുട്ടികളിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ജീനാണ് ഒരാളുടെ ഹൈറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സെറ്റാണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച് ഒരു അസേർഷൻ റീസണോട് തരട്ടെ, ഒരെണ്ണോട് തരട്ടെ. എക്സാമിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കേണ്ട, എന്നാലും കുഴപ്പമില്ല, ഒരെണ്ണോട് തരാമല്ലോ. തരാതെനിക്ക് ഡാറ്റ കാണിച്ചോ, ഒരു അസേർഷനും കൂടെ തരാം, നോക്കിക്കോളൂ. സോ നോക്കൂ മക്കളെ, young peoples get acne and pimples on the face at the time of puberty. It is caused due to the increased activity of adrenal gland. എൻ്റെ അമ്മേ. ഓക്കെ, ചൂസ് ചെയ്യാം സർ. ആര് പറയും ആൻസർ? മാനുവൽ ആണോ? മാനുവലിലെ മോനെ, മാനുവലിയുടെ കേക്കില്ലേടാ? നീ കിടക്കുമായിരുന്നോ കസേരയില്? എന്ത് കിടപ്പാടാ അത്? എന്റെ കുഞ്ഞിന് ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ അല്ലേ? അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അല്ലേ? R is false ആ? റീസൺ false ആ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സംഭവം ഇറ്റ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് ഏത് ഗ്ലാൻഡാ? സെബേഷ്യസോ? സെബേഷ്യസ് ഗ്ലാൻഡും സ്വെറ്റ് ഗ്ലാൻഡും അല്ലേ? അപ്പൊ നിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി.
അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫോൾസ്, റൈറ്റ്? Yes. സാറേ ആൻസർ കൊടുത്തു. അവൻ പറഞ്ഞ ആൻസർ വളരെ ശരിയാണ്. അസേർഷൻ ഇസ് ട്രൂ, റീസൺ ഇസ് ഫോൾസ്. ആൻഡ് റീസൺ ക്യാൻ ബി കറക്റ്റഡ് ആസ് യങ് പീപ്പിൾസ് ഗെറ്റ് ആക്നെ ആൻഡ് പിംപിൾസ് ഓൺ ദ ഫേസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. മക്കളെ ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സ്വെറ്റ് ഗ്ലാൻഡിന്റെയും സെബേഷ്യസ് ഗ്ലാൻഡിന്റെയും ആക്ടിവിറ്റി കൊണ്ടിട്ടാണ് യങ് പീപ്പിൾസിന്റെ അഡോളസെന്റ് ഏജിലുള്ളവരുടെ ഫേസിൽ പിംപിൾസും ആക്നെയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എക്സാം എഴുതിയാലോ? 8-3 ആയിട്ടുണ്ട്. 8-5 എക്സാം സ്റ്റാർട്ട് ചെയ്യണം. സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ, പേടിക്കാനില്ല. ചെറിയ എക്സാം ആണ്. വലിയ 15 മാർക്സിന്റെ എക്സാം അടുത്ത ദിവസമായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സെറ്റ് അല്ലേ? അപ്പൊ വേഗം എക്സാം ബുക്ക് എടുക്കുക, ബാക്കി ബുക്സും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ആൻഡ് പാരന്റ്സിനെ വിളിച്ച് അടുത്തേക്ക് ഇരുത്താം. ആൻഡ് ഓൾ ഓഫ് യു ഗെറ്റ് റെഡി ഫോർ ദ എക്സാം. യെസ്.